നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയ സംഭവത്തിൽ പോലീസിനൊഴികെ മറ്റു വകുപ്പുകൾക്ക് വീഴ്ചയില്ലെന്ന് അന്വേഷണ റിപ്പോർട്ട്. എഡിജിപി മനോജ് എബ്രഹാമാണ് സർക്കാരിന് റിപ്പോർട്ട് നൽകിയത്. ത്രിതല അന്വേഷണത്തിന്റെ ഭാഗമായ റിപ്പോർട്ടാണ് സമർപ്പിച്ചത്. എരുമപ്പെട്ടി കുണ്ടന്നൂരിൽ എരിഞ്ഞിക്കൽ ക്ഷേത്രത്തിൽ മോഷണം. തിടപ്പള്ളിയുടെയും ശ്രീകോവിലിന് സമീപത്തെ ഭണ്ഡാരത്തിന്റെയും പൂട്ടുകൾ തകർത്ത് മോഷ്ടാവ് പണം കവർന്നു. വടക്കാഞ്ചേരിയിൽ മോഷണ ശ്രമത്തിനിടെ യുവാവിനെ നാട്ടുകാർ പിടികൂടി. ഓട്ടുപാറയിലെ സ്പെയർ പാർട്സ് കടയിൽ നിന്ന് ചെമ്പുകമ്പി ഉൾപ്പെടെയുള്ളവ മോഷ്ടിക്കുന്നതിനിടയിലാണ് നിരവധി മോഷണ കേസുകളിലെ പ്രതിയായ മുള്ളൂർക്കര ചെറുപറമ്പിൽ സന്തോഷ് പിടിയിലായത്. വെങ്കിടങ്ങ് തൊയക്കാവ് കാളിയാമാക്കലിൽ വീട് കത്തിനശിച്ചു. കുണ്ടുവീട്ടിൽ വാസുവിന്റെ വീടാണ് ഇന്നലെ രാത്രി കത്തിനശിച്ചത്. വീട്ടുപകരണങ്ങളും രേഖകളും പൂർണ്ണമായി കത്തിനശിച്ചു. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. മാള തിരുമുക്കുളത്ത് ഹോട്ടലിന് നേരെ ആക്രമണം. ആൻഡപ്പന്റെ കട എന്ന ഹോട്ടലിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ഹോട്ടൽ ഉടമ ആൻഡപ്പനും ഭാര്യയ്ക്കും മക്കൾക്കും പരിക്കേറ്റു. പ്രദേശവാസികളാണ് ആക്രമിച്ചതെന്ന് സൂചന. തിരുവമ്പാടി ക്ഷേത്രത്തിൽ വേല ആഘോഷിക്കുന്നു. വിശേഷാൽ പൂജകളും ചടങ്ങുകളും ചതുശ്ശത നിവേദ്യവും നടന്നു. രാത്രി വേല എഴുന്നള്ളിപ്പും പുലർച്ചെ വെടിക്കെട്ടും നടക്കും. പാവറട്ടി പഞ്ചായത്തിന്റെ 8ാം വാർഡിൽ പുഴയിൽ നിന്നും ഉപ്പുവെള്ളം കയറുന്ന പ്രശ്നം പരിഹരിക്കാൻ താൽക്കാലിക നടപടിയായി. വാർഡ് മെമ്പർ MT മണികണ്ഠന്റെ നേതൃത്വത്തിൽ നടത്തിയ ജനകീയ സഹകരണത്തോടെ പുഴയിൽ നിന്ന് ചെളികോരി ബണ്ട് ബലപ്പെടുത്തുന്ന പ്രവൃത്തികൾ ആരംഭിച്ചു. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ MT കാലാതീതം കാവ്യാത്മകം എന്ന പേരിൽ ചേറൂർ സാഹിതിയിൽ അനുസ്മരണം സംഘടിപ്പിച്ചു. എഴുത്തുകാരായ MD രാജേന്ദ്രൻ, K രഘുനാഥൻ, മാനസി, N രാജൻ, സതീഷ് കുമാർ വിശാഖപട്ടണം, MD രത്നമ്മ, മാധവിക്കുട്ടി എന്നിവർ മുഖ്യപ്രഭാഷണങ്ങൾ അവതരിപ്പിച്ചു. ദൃശ്യ ഗുരുവായൂരിന്റെ ഭാവഗീതി പുരസ്കാരം ഗായകൻ P ജയചന്ദ്രന് സമ്മാനിച്ചു. 25,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന പുരസ്കാരം മുൻ ചീഫ് സെക്രട്ടറി K ജയകുമാറിൽ നിന്നും ജയചന്ദ്രന്റെ മകൻ ദിനനാഥ് ഏറ്റുവാങ്ങി. കഴിഞ്ഞ ജൂലൈയിൽ വെള്ളം കയറി നാശനഷ്ടം സംഭവിച്ച മുകുന്ദപുരം താലൂക്കിലെ വീടുകൾക്കായി 5,000 രൂപ വീതം അനുവദിച്ചു. 3,177 വീടുകളാണ് പട്ടികയിലുള്ളത്. 1,58,85,000 രൂപയാണ് അനുവദിച്ചത്. തൃശൂർ കോർപ്പറേഷൻ പുല്ലഴി ഡിവിഷനിൽ നിർമ്മിക്കുന്ന ശ്രീമുരുക അങ്കണവാടി കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം മേയർ MK വർഗീസ് നിർവഹിച്ചു. ഡിവിഷൻ കൌൺസിലർ K രാമനാഥൻ അധ്യക്ഷത വഹിച്ചു. എറവ് സെന്റ് തെരേസാസ് കപ്പൽപ്പള്ളിയിലെ ഇടവക മധ്യസ്ഥ കൊച്ചുത്രേസ്യയുടെയും വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ഇന്ന് ആഘോഷിക്കുന്നു. വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ജിതിൻ വടക്കേൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വിയൂർ സെൻട്രൽ ജയിലിലെ തടവുകാരൻ ചികിത്സയിലിരിക്കെ മരിച്ചു. പാലക്കാട് സ്വദേശി പൊൻകാട്ടുപുര വീട്ടിൽ 56 വയസ്സുള്ള ഉണ്ണികൃഷ്ണനാണ് മരിച്ചത്. വരവൂർ പഞ്ചായത്തിന്റെ ആടുവളർത്തൽ പദ്ധതിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത നിർവഹിച്ചു. ഒരു ഗുണഭോക്താവിന് 7,500 രൂപ വില വരുന്ന 2 ആട്ടിൻകുട്ടികളെ വീതം 40 പേർക്കാണ് നൽകുന്നത്. നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വൈകുണ്ഠ ഏകാദശിയോടനുബന്ധിച്ച് നടക്കുന്ന സാംസ്കാരിക പരിപാടികൾക്ക് തുടക്കമായി. കലാമണ്ഡലം മോഹിനിയാട്ടം വകുപ്പ് മേധാവി സംഗീത പ്രസാദ് നൃത്തോത്സവം ഉദ്ഘാടനം ചെയ്തു. 10-നാണ് സ്വർഗവാതിൽ ഏകാദശി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പന്നിത്തടം യൂണിറ്റ് വ്യാപാര ഭവന്റെ ഉദ്ഘാടനം സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര നിർവഹിച്ചു. കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം സമിതി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദും എക്സിക്യൂട്ടീവ് ഹാളിന്റെ ഉദ്ഘാടനം ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാറും നിർവഹിച്ചു. തെക്കുംകര പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പോത്തിൻകുട്ടി വിതരണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. INTUC നേതാവ് CT ജേക്കബ് മാസ്റ്ററുടെ 6ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വരവൂർ പഞ്ചായത്ത് തല വിജ്ഞാനോത്സവം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. വരവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത ഉദ്ഘാടനം ചെയ്തു. ചെമ്പൂച്ചിറ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സൌജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി ഉദ്ഘാടനം ചെയ്തു. എടത്തിരുത്തി സർദാർ ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ MT വാസുദേവൻ നായർ അനുസ്മരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ ഉദ്ഘാടനം ചെയ്തു.
പഴഞ്ഞി ചെറുതുരുത്തി തൃപ്പേശ്വര മഹാദേവ ക്ഷേത്രത്തിൽ സമൂഹ ഏകദിന രുദ്രയജ്ഞം നടത്തി. പ്രധാനാചാര്യൻ വിരു മഹോദയയുടെ നേതൃത്വത്തിൽ യാഗകുണ്ഡത്തിൽ അഗ്നി പകർന്നു. ചെമ്മാപ്പള്ളി താന്യം പഞ്ചായത്തിന്റെ കറവ പശുക്കൾക്കായുള്ള കാലിത്തീറ്റ വിതരണ പദ്ധതിക്ക് ചെമ്മാപ്പള്ളി ക്ഷീരസംഘത്തിൽ തുടക്കം. പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് കാലിത്തീറ്റയുടെ വിതരണോദ്ഘാടനം നടത്തി. വാടാനപ്പള്ളി പഞ്ചായത്ത് വാർഷിക പദ്ധതി തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് വർക്കിംഗ് ഗ്രൂപ്പ് സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. റേഷൻ കടകളിലൂടെ നടപ്പിലാക്കുന്ന പലചരക്ക് സാധനങ്ങൾ ലഭ്യമാക്കുന്ന കെ സ്റ്റോർ പെരിങ്ങോട്ടുകര റേഷൻ കടയിൽ ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. മാള അന്നമനട പടിഞ്ഞാറിലത്ത് ഭദ്രകാളി ക്ഷേത്രത്തിൽ താമ്പൂല പ്രശ്ന പരിഹാര കർമ്മങ്ങൾ ആരംഭിച്ചു. ചൊവ്വാഴ്ച വരെയാണ് ചടങ്ങുകൾ നടക്കുന്നത്. തുടർന്ന് ബുധനാഴ്ച മുതൽ 14 വരെ മകരച്ചൊവ്വ ഉത്സവം ആഘോഷിക്കും. കോടാലി കൊരേച്ചാൽ ശ്രീ ദുർഗ കിരാതപാർവതി ക്ഷേത്രത്തിലെ തൃക്കാർത്തിക മഹോത്സവത്തിന് കൊടിയേറി. കൊരേച്ചാൽ സെന്റർ, തെക്കുമുറി ചിറദേശം, ചെട്ടിച്ചാൽ, കോടാലി ആൽത്തറ, ഉദയദേശം, നവദേശം എന്നീ സെറ്റുകളിലാണ് കൊടിയേറ്റം നടന്നത്. ഫോറം ഓഫ് അക്ഷയ സെന്റർ എന്റർപ്രണേഴ്സ് അർദ്ധവാർഷിക പൊതുയോഗം തൃശൂർ വിവേകോദയം സ്കൂളിൽ നടന്നു. സംസ്ഥാന ട്രഷറർ CY നിഷാന്ത് ഉദ്ഘാടനം ചെയ്തു. നിർമ്മാണത്തിലിരിക്കുമ്പോൾ തകർന്ന എളവള്ളിയിലെ കുടുംബശ്രീ വിപണന കേന്ദ്രം വർഷങ്ങൾക്കു ശേഷം പൊളിച്ചു നീക്കുന്നു. തകർന്നു വീഴാൻ കാരണക്കാരായവർക്കെതിരെ നടപടിയെടുക്കാതെ കെട്ടിടം പൊളിച്ചു നീക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തം. തൃശ്ശിവപേരൂർ തപസ്യ കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ തുഞ്ചൻ ദിനാചരണം തൃശൂരിൽ സംഘടിപ്പിച്ചു. തപസ്യ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് PG ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് അന്തിക്കാട് ബ്ലോക്കിന്റെ വാർഷിക സമ്മേളനം പെരിങ്ങോട്ടുകരയിൽ നടന്നു. സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് P ജയദേവൻ ഉദ്ഘാടനം ചെയ്തു. കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ 36,008 നാളികേരം എറിഞ്ഞുള്ള വേട്ടക്കരൻ പാട്ട് ഭക്തിസാന്ദ്രം. ക്ഷേത്രം തന്ത്രിമാരായ തെക്കേടത്ത് ശശിധരൻ നമ്പൂതിരി, അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിന്റെ ജൂബിലി ആഘോഷങ്ങൾക്ക് തിരിതെളിഞ്ഞു. ഷംഷാബാദ് ബിഷപ്പ് മാർ പ്രിൻസ് ആന്റണി പാണങ്ങാടൻ ദിവ്യബലിക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മറ്റം സെന്റ് തോമസ് ഫൊറോന പള്ളിയിലെ സംയുക്ത തിരുനാളിന് കൊടിയേറി. ഫാദർ ജിനിൽ കുത്തൂർ കൊടിയേറ്റം നിർവഹിച്ചു. തൊയക്കാവ് മണ്ണാന്ത്ര അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവം ആഘോഷിച്ചു. പൂജാകർമ്മങ്ങൾക്ക് സന്തോഷ് ശാന്തി നേതൃത്വം നൽകി. എടത്തുരുത്തി പഞ്ചായത്ത് 1-ാം വാർഡിലെ ഐശ്വര്യ അംഗൻവാടി കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ ശിലാസ്ഥാപനം നിർവഹിച്ചു. ഡെമോക്രാറ്റിക് അലവൻസ് ഓഫ് റിട്ടയേർഡ് സോൾജിയേഴ്സ് ഓഫ് ഇന്ത്യയുടെ പ്രഥമ ജില്ലാ സമ്മേളനം തൃശൂരിൽ നടന്നു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ ദർശന തിരുനാൾ ഭക്തിസാന്ദ്രമായി. ആഘോഷമായ തിരുനാൾ ഗാനപൂജയ്ക്ക് നവവൈദികൻ ബ്രിൽവിൻ ഒലക്കെങ്കിൽ മുഖ്യ കാർമ്മികനായി. പെരിയ ഇരട്ടക്കൊലക്കേസിലെ 9 പ്രതികളെ വിയൂർ അതീവ സുരക്ഷാ ജയിലിൽ നിന്നും കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. CBI കോടതി ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ച 1 മുതൽ 8 വരെയുള്ള പ്രതികളെയും 10-ാം പ്രതി T രഞ്ജിത്തിനെയുമാണ് കണ്ണൂർ ജയിലിലേക്ക് മാറ്റിയത്. പെരിങ്ങാവ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിൽ ഏകാദശി സംഗീതാർച്ചനയും ആയുർവേദ മെഡിക്കൽ ക്യാമ്പും നടന്നു. ദേവസ്വം പ്രസിഡന്റ് E കൃഷ്ണൻ, ഡോക്ടർ MR ദീപ എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം വെള്ളിത്തിരുത്തിയിൽ കാറിടിച്ച് 9 വയസ്സുകാരിക്ക് ഗുരുതര പരിക്ക്. വെള്ളിത്തിരുത്തി കുന്നുംകാട്ടിൽ വീട്ടിൽ അനിലിന്റെ മകൾ പാർവണയ്ക്കാണ് പരിക്കേറ്റത്. കാർ ഓടിച്ച കടങ്ങോട് സ്വദേശി ബോബനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മച്ചാട് മാമാങ്കത്തോടനുബന്ധിച്ച് കരുമത്ര ദേശത്തിന്റെ ബ്രോഷർ പ്രകാശനം നടന്നു. ഡോക്ടർ രവീന്ദ്രൻ മൂർക്കനാട്ടിൽ നിന്ന് ഡോക്ടർ ജിജിത് കൃഷ്ണൻ ആദ്യപ്രതി ഏറ്റുവാങ്ങി. നാഗസ്വര വിദ്വാൻ മങ്ങാട് ഗോവിന്ദൻകുട്ടി അന്തരിച്ചു. 84 വയസ്സായിരുന്നു. 60 വർഷത്തിലേറെ കാലമായി നാഗസ്വര കലയിലെ പ്രാമാണികരിൽ പ്രമുഖനായിരുന്നു. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ 49ാമത് സെന്റർ കൺവെൻഷൻ സമാപിച്ചു. സമാപന സമ്മേളനം IPC സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി പാസ്റ്റർ രാജു ആനിക്കാട് ഉദ്ഘാടനം ചെയ്തു.
മുനക്കക്കടവ് ഫിഷിംഗ് ലാൻഡിംഗ് സെന്റർ മുതൽ അഴിമുഖം വരെയുള്ള ഭാഗങ്ങളിൽ വേലിയേറ്റം മൂലമുണ്ടാകുന്ന ദുരിതത്തിന് ശാശ്വത പരിഹാരം കാണുമെന്ന് വാർഡംഗം ഷമീറ ഷെരീഫ്. ഇതു സംബന്ധിച്ച വാർത്ത TCV കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.